കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ നിലവിൽ വരികയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇത് ശ്രദ്ധിക്കണം. കാരണം സുപ്രീം കോടതി 2025 ഫെബ്രുവരിയിൽ ഇതിനെ സംബന്ധിച്ച് ഖരമാലിന്യം എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചില ഡയറക്ഷൻസ് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. അതോടൊപ്പം ശുചിത്വ മിഷനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ഏൽപ്പിക്കുകയും അവർ അടുത്ത മാസം മുതൽ ഈ ഖരമാലിന്യ സംസ്കരണത്തെപ്പറ്റി ചില നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ജൈവ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം നടത്തുന്ന 4 വിധത്തിലാണ്. സാധാരണ ഇതിൽ ജൈവ മാലിന്യം ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്ന് അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എങ്ങനെ ഡിസ്പോസ് ചെയ്യണം. കാരണം അത് രണ്ടും സാധാരണ ലോക്കൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ ഇപ്പം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം സാനിറ്ററി മാലിന്യം 3-ാമത്തെ കാര്യം. അതിനകത്ത് നമുക്കറിയാം ഡയപ്പറുണ്ട്, ടിഷ്യൂ പേപ്പറുമുണ്ട്, നാപ്കിൻസൊക്കെ ഉണ്ട്. അങ്ങനെ സാനിറ്ററി മാലിന്യങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു വകുപ്പ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കളക്ട് ചെയ്യും. 4-ാമത് ചില ഇലക്ട്രോണിക് അല്ലെങ്കിൽ വേസ്റ്റ് അതിനൊക്കെ ഇപ്പോൾ സംവിധാനങ്ങൾ വളരെ കുറവാണ്. കാരണം കേരളത്തിലെ നമുക്കറിയാം ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ ആ കൂമ്പാരം എവിടം വരെയുണ്ട്. കാരണം എല്ലാ വീടുകളിലും AC അത് ഉപയോഗശൂന്യമാകുമ്പം പുറന്തള്ളും. അവിടെ നമ്മുടെ TV എല്ലാ വീടുകളിലും പുറന്തള്ളും. അതുപോലെ പണ്ടത്തെ കാലത്തെ പെട്ടി TV അതും ഇപ്പം ഇഷ്ടംപോലെ പല സ്ഥലത്തും കുമിഞ്ഞുകൂടി ലക്ഷക്കണക്കിന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ പഴയ ലാപ്ടോപ്പുകൾ, അതുപോലെ പഴയ ഫോണുകൾ, അങ്ങനെ ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ ധാരാളം ഏരിയകൾ ഉണ്ട്. അത് പ്രത്യേകമായിട്ട് കളക്ട് ചെയ്യണം. ചിരട്ട, തടി, ഇലക്ട്രോണിക് വേസ്റ്റ്, ബയോമെഡിക്കൽ. കാരണം ആ ഹോസ്പിറ്റലുകളും മറ്റും കാലും കൈയൊക്കെ മുറിച്ച് തള്ളുന്ന, അതുപോലെ തന്നെ ഡെലിവറി സമയത്തുള്ളത്, അങ്ങനെ ധാരാളം മെഡിക്കൽ മാലിന്യങ്ങളും ഇതാണ് 4-ാമത്തെ ഡിസ്പോസബിളായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 4 കാര്യങ്ങളാണ് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ. 1 ജൈവ മാലിന്യം, 2 പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ, 3 സാനിറ്ററി മാലിന്യം വേസ്റ്റുകൾ, പ്രത്യേക പരിചരണം ആവശ്യപ്പെട്ട തടി, ചിരട്ട, ഇലക്ട്രോണിക് വേസ്റ്റ്, ബയോമെഡിക്കൽ, രാസവസ്തു മാലിന്യങ്ങൾ. ഇങ്ങനെ 4ആയിട്ട് തരം തിരിച്ച് വേണം ഇനി നമുക്ക് ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലൊക്കെ അവർ കളക്ട് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടിയിലേക്ക് കേന്ദ്രം പോകും. അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യങ്ങളുടെ ഈ പുതിയ നിയമത്തിനകത്ത് വരുന്നുണ്ട്. ബൾക്കായി വേസ്റ്റ് തള്ളുന്ന ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ അത് കാണുന്നുണ്ട്. നമ്മൾ തീ പിടിക്കുന്ന എറണാകുളത്തും പല സ്ഥലങ്ങളും മാലിന്യ കൂമ്പാരങ്ങൾ തീ പിടിക്കുന്നതും അവിടെ ഫയർഫോഴ്സ് എഞ്ചിൻ ഓടിയെത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം വന്നിരിക്കുന്നത് ബൾക്കായിട്ട് തള്ളുന്ന വേസ്റ്റ് ജനറേറ്റർ അത് 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അത് ശുചിത്വ മിഷൻ അത് കൈകാര്യം ചെയ്യും. കാരണം 20,000 ചതുരശ്ര കിലോമീറ്റർ കൂടുതലുള്ള കെട്ടിടങ്ങളിൽ, വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം കേരളത്തിലുണ്ട്. കല്യാണ മണ്ഡപങ്ങളായിട്ട്, അതുപോലെ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ചില പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ ഹാളുകൾ, കല്യാണ മണ്ഡപങ്ങൾ, അങ്ങനെ ഡെയിലി കല്യാണത്തിന് വാടകയ്ക്ക് കൊടുക്കുന്ന, അങ്ങനെ 20,000 ചതുരശ്ര മീറ്റർ കൂടുതലുള്ള കെട്ടിടങ്ങളിലെ വേസ്റ്റ് അതൊന്ന്. അതുപോലെ പ്രതിദിനം 40,000 ലിറ്റർ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ, കല്യാണ മണ്ഡപങ്ങളിലേക്ക് 40,000 ലിറ്റർ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പ്രതിദിനം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലിലേക്ക് 40,000 ലിറ്റർ കൂടുതൽ വെള്ളം വേണ്ടി വരും. കാരണം അവിടുത്തെ ദൈനംദിന ചെലവ് അങ്ങനെയാണ്. അതുപോലെ തന്നെ പ്രതിദിനം 100 കിലോയിൽ കൂടുതൽ ഖരമാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾ. ഇതൊക്കെ ഇനി ശുചിത്വ മിഷൻ്റെ ഡയറക്റ്റ് കൺട്രോളിലോട്ട് വരും. അങ്ങനെ മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിക്കണമെന്നാണ് ശുചിത്വ മിഷൻ പറയണത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം അവരുടേതായ പ്ലാന്റുകൾ അവർ തന്നെ ഇറക്റ്റ് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മാലിന്യ സംസ്കരണത്തിന് പ്ലാന്റുകൾ ആ ബിൽഡിങ്ങിനോടൊപ്പം, നമുക്കറിയാം ഫയർഫോഴ്സ് ഒക്കെ ഒരു ബിൽഡിങ് പണിയുമ്പം ഫയർഫോഴ്സ് എഞ്ചിൻ അല്ലെങ്കിൽ ഫയർഫോഴ്സ് അവരുടെ യൂണിറ്റുകൾ വരാൻ ആ കെട്ടിടത്തിലേക്ക് വന്ന്
കയറാനുള്ള വഴിയുണ്ടാക്കിയിടണം. അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ കെട്ടിടത്തിന് അനുമതി കൊടുക്കുകയുള്ളൂ. ഫയർഫോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്ന പോലെ ഇനി മാലിന്യ സംസ്കരണത്തിനുള്ള ചില പ്ലാന്റുകൾ ഇതുപോലെയുള്ള സ്ഥലത്ത് വേണം എന്ന് നിർബന്ധമായി. അത് നിയമപരമായ ശുചിത്വ മിഷൻ നടപടിയെടുക്കും. അതുപോലെ തന്നെ നമ്മളറിയാം, തെരുവ് കച്ചവടക്കാർ നമുക്ക് ധാരാളമുണ്ട്. റോഡ് സൈഡിലൊക്കെ രാത്രി ഫുഡ് ചിലർ വാങ്ങിക്കൊണ്ടുവരും, ചിലർ ചില ക്യാബിനുണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് എടുത്തു മാറ്റുന്നതിനകത്ത്. അങ്ങനെയുള്ള തെരുവ് കച്ചവടക്കാർ രാത്രിയിൽ മുട്ട ഓംലേറ്റ് കൊടുക്കുന്ന, മുട്ട പുഴുങ്ങി കൊടുക്കുന്നവർ, അതുപോലെ പൊറോട്ട റോഡ് സൈഡിലിട്ട് അടിച്ച് രാത്രി കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള ഫുഡ് വേസ്റ്റുകൾ ധാരാളം അപ്പോൾ തന്നെ ഉണ്ടാവും. അവിടെ ചിലർ കപ്പിനകത്ത് ചിലപ്പം വെള്ളം കൊടുക്കും, കപ്പിനകത്ത് ചായ കൊടുക്കും. ആ കപ്പൊക്കെ പേപ്പർ കപ്പുകളാണ്. അങ്ങനെ ചിലർ ചിരട്ടയ്ക്കകത്ത് വാങ്ങുന്നവരുണ്ട്. അത് ചിലർ ചെറിയ മൺകലം പോലെ ചെറിയ കപ്പ്, ചായക്കപ്പ്, അത് മണ്ണുകൊണ്ടുള്ളതുണ്ടാവും. അങ്ങനെയൊക്കെ ധാരാളം വേസ്റ്റുകൾ നമുക്കറിയാമല്ലോ. പിന്നെ നമുക്കറിയാമല്ലോ, ടിഷ്യൂ പേപ്പർ ധാരാളം റോട്ടിൽ കിടക്കുന്ന നമ്മൾ കാണുന്നത്. ചെറിയ കുപ്പിക്കകത്ത് വെള്ളം കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേസ്റ്റുകൾ വരുന്നത് ഡിസ്പോസിബിളായി റോട്ടിൽ തള്ളാതെ അങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാർ അവർ ഒരു കണ്ടെയ്നർ കൂടെ കൊണ്ടുപോകണം. അതിനകത്ത് വേണം നിക്ഷേപിക്കാൻ. ഇപ്പം നമുക്കറിയാം, റോഡ് സൈഡിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിറയ്ക്കാനായിട്ട് ചെറിയ ഓരോ പഞ്ചായത്തുകളും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി റോഡിലെ സൈഡിൽ ഒരു നെറ്റ് കൂടെ കാണത്തക്ക രീതിയിലുള്ള ചില കണ്ടെയ്നറൊക്കെ ചില കൂടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ രാത്രിയിലെ കച്ചവടക്കാർ അവരുടെ ഒപ്പം ഒരു കണ്ടെയ്നർ വേണം, അതിനകത്ത് വേണം ആ വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ എന്ന് നിബന്ധന വരുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പം 100-ൽ അധികം പേരുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ, ചിലപ്പം പ്രായമുള്ളവരെ ഒരു ചടങ്ങായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണമായിരിക്കാം, കല്യാണം ഉറപ്പായിരിക്കാം, അല്ല അമ്പലത്തിലെ ഏതെങ്കിലും, അല്ലെ പള്ളിയിലെ ഏതെങ്കിലും പ്രോഗ്രാമായിരിക്കാം. 100 പേര് കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ സാധാരണ ചിലപ്പം ഫുഡുണ്ടാവും. ചിലപ്പോൾ അവരവിടെ ഇരുന്ന് കഴിച്ചെന്ന് വരും. ചിലർ വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടുവരും. ചിലപ്പം ജ്യൂസൊക്കെ അവിടെ തന്നെ കുപ്പിക്കകത്ത് കൊടുക്കുന്നവരുണ്ടാവും. അല്ലെ കൊക്കക്കോള ഉൾപ്പെടെയുള്ളതൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ കുപ്പി ഇട്ടിട്ട് പോകും. അങ്ങനെയുള്ളത് 100-ലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഏത് ഫംഗ്ഷനായാലും ശരി, മതത്തിൻ്റെ ആയാലും ശരി, രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും ശരി, സാംസ്കാരിക നിലവാരത്തിൽ സ്കൂളായാലും ശരി, ആരായാലും ശരി, അങ്ങനെയുള്ള പങ്കെടുക്കുന്ന ആൾക്കാർ ആ വിവരം 3 ദിവസത്തിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയിക്കണമെന്നും വന്നിട്ടുണ്ട്. ഏതായാലും മാലിന്യ സംസ്കരണത്തിന് ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിലുള്ള നിയമപരമായ നടപടിയിലേക്കും അവർ പ്രവേശിക്കും. അതുകൊണ്ട് ഈ വിധ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം എല്ലാവരും വേണം ഇനിയുള്ള ഈ മാലിന്യ സംസ്കരണം നടത്തേണ്ടതും. അത് മലിന പദാർത്ഥങ്ങളിലോട്ട് വലിച്ചെറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് വേസ്റ്റ് കൊണ്ട്, ഫുഡ് വേസ്റ്റ് കൊണ്ട് പലയിടത്തും കൊണ്ട് തള്ളുന്നതും രഹസ്യമായിക്കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത്, അതൊന്നും ഇനി നടക്കില്ല. ശുചിത്വ മിഷൻ അതിൻ്റെ ഇടവരും. ആരാണ് അവിടെ കൊണ്ട് തള്ളിയത് അവരൊക്കെ പെനാൽറ്റി മാത്രമല്ല, ചിലപ്പം ഇംപ്രിസ്മെൻറ്റും തടവും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.